Okay, good morning. നമ്മുടെ analytical chemistryയിലെ പ്രോബ്ലംസിലോട്ട് പോവാണ്. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ബേസിക് കെമിസ്ട്രി പറഞ്ഞുകൊണ്ട് പോവാം. Okay, so coming to the first question. One second, please. Okay. Which one of the following conductometric titrations will show a linear increase of the conductance with volume of the titrant added up to the break point and almost constant conductance afterwards? So, ഇവിടെ ചോദിച്ചിരിക്കുന്നത് conductometric titrations ന്റെ ഒരു മെത്തേഡിൽ നമുക്ക് ആദ്യം കണ്ടക്ടൻസ് ഇൻക്രീസ് ചെയ്യും, പിന്നെ അത് ഒരു കോൺസ്റ്റന്റ് കണ്ടക്ടൻസ് കിട്ടുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ലീനിയർ ഇൻക്രീസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു കോൺസ്റ്റന്റ് കണ്ടക്ടൻസ് ഫോളോ ചെയ്യും. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ആൻസർ ഡി ആണ്, വീക്ക് ആസിഡ് വേഴ്സസ് വീക്ക് ബേസ്. സോ വീക്ക് ആസിഡ് എന്ന് പറയുമ്പോൾ CH3COH, അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ബേസ് ആണ്. അപ്പം എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ആദ്യം ഒരു കണ്ടക്ടൻസ്, സ്ലൈറ്റ് ഡിക്രീസ് ഇൻ കണ്ടക്ടൻസ്. അതെന്തുകൊണ്ടാവും? CH3COH വീക്ക് ആസിഡ് ആയ കാരണം അതിന്റെ കണ്ടക്ടൻസ് കുറവായിരിക്കും. പക്ഷെ പിന്നെ അത് അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അമോണിയം അസിറ്റേറ്റ് കിട്ടും. That result in the linear increase of the conductance. Okay, linear increase of the conductance. Okay, and then a constant conductance is followed. It's because എന്താണ്, ആദ്യം വീക്ക് ആസിഡ് വന്നു, അതിൽ CH3COH ന്റെ കണ്ടക്ടൻസ് H+ അയൺസ് കാരണം കുറവായിരിക്കും. പിന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം അത് കണ്ടക്ടൻസ് കൂടുന്നു. പിന്നെ ഒരു കോൺസ്റ്റന്റ് കണ്ടക്ടൻസ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു? അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ബേസ് ആണ്. അപ്പം നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഒരു ലീനിയർ ഇൻക്രീസ് ഓഫ് കണ്ടക്ടൻസ് ഫോളോഡ് ബൈ കോൺസ്റ്റന്റ് കണ്ടക്ടൻസ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ വീക്ക് ആസിഡ് വേഴ്സസ് വീക്ക് ബേസ് ആണ്. ഓക്കെ, മനസ്സിലായോ? And now coming to the next question. This is the question. Hope you all understood, right? Okay. Now this is the question. The false statement for a polarographic measurement procedure is. So see the options. Oxygen is removed. Dropping mercury electrode is working electrode. ID എന്ന് പറഞ്ഞാൽ diffusion current that is proportional to concentration of electroactive species, and residual current is made zero by adding supporting electrolyte. So എന്താണ് പോളറോഗ്രഫി? പോളറോഗ്രഫിയിൽ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പം ഒരു ഇലക്ട്രോഡിന് ഒരു പോളറൈസബിൾ ഇലക്ട്രോഡ് ഉണ്ടാവും, ഒരു നോൺ പോളറൈസബിൾ ഇലക്ട്രോഡ് ഉണ്ടാവും. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തോടെ നിൽക്കുമ്പം ഒരു കറന്റ് ഫ്ലോ ചെയ്യും. ഈ കറന്റ് ഫ്ലോ ആണ് പോളറോഗ്രഫിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പോളറൈസബിൾ ഇലക്ട്രോഡ് ഏതാണ്? ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് ആണ്. സോ ഇതാണ് റെപ്രസെന്റേഷൻ. ജസ്റ്റ് സിമ്പിൾ റെപ്രസെന്റേഷൻ. പോളറോഗ്രഫിയിൽ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതില് ഒരു മെർക്കുറി ഡ്രോപ്ലെറ്റ് എന്ത് ചെയ്യും? കാപ്പിലറിന്റെ എൻഡിൽ വന്നിട്ട് ഒരു ഡ്രോപ്ലെറ്റ് കാത്തോഡ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് അതിലൊരു പൂൾ ഓഫ് മെർക്കുറി ഉണ്ടാവും, അത് ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ഈ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡിനെ നമ്മൾ വർക്കിംഗ് ഇലക്ട്രോഡ് എന്ന് പറയും. കാരണം അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു മൈക്രോ ഇലക്ട്രോഡ് ആണ്. സോ ഓപ്ഷൻ ബി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് ഈസ് എ വർക്കിംഗ് ഇലക്ട്രോഡ്. ഓക്സിജൻ ഈസ് റിമൂവ്ഡ്, അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം പോളറോഗ്രഫിയിൽ എപ്പോഴും നമ്മൾ ഓക്സിജൻ റിമൂവ് ചെയ്യുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? ഇലക്ട്രോ ആക്റ്റീവ് സ്പീഷീസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട്
നമുക്ക് കിട്ടുന്ന കറണ്ടിൽ ഇന്റർഫറൻസ് വരുത്തും. അപ്പം ഓക്സിജൻ റിമൂവ് ചെയ്യുന്നുണ്ട്. അതും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഐ ഡി ഈസ് പ്രൊപ്പോർഷണൽ. ഐ ഡി എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ കറന്റ്. അതായത് പോളറോഗ്രഫി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ആണ് പോളറോഗ്രാം. ഇതില് 4 പോയിന്റ്സ് ഉണ്ട്, എ, ബി, സി, ഡി. അതായത് 4 ടൈപ്പ് ഓഫ് കറന്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കറന്റ് റെസിഡ്യുവൽ കറന്റ് ആണ്. റെസിഡ്യുവൽ കറന്റിന് ശേഷം ഒരു മൈഗ്രേഷൻ കറന്റ് ഉണ്ട്. അതിനുശേഷം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കറന്റ് ആണ് ഡിഫ്യൂഷൻ കറന്റ്. അതാണ് പോളറോഗ്രഫിയിൽ മെഷർ ചെയ്യുന്നത്. പിന്നെ അത് കോൺസ്റ്റന്റ് ആയി നിൽക്കുമ്പോൾ അതിനെ നമ്മൾ ലിമിറ്റിംഗ് കറന്റ് എന്ന് പറയും. അപ്പം ഈ ഡിഫ്യൂഷൻ കറന്റ് നമ്മൾ നെക്സ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം അതിൽ ഐ ഡി മെഷർ ചെയ്യുന്ന ഇക്വേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് വരുമ്പോൾ നമ്മൾ അതിന്റെ ഫാക്ടേഴ്സ് അറിയാൻ പറ്റും. ഇപ്പൊ ഡിഫ്യൂഷൻ കറന്റ് എപ്പോഴും അതിന്റെ കോൺസെൻട്രേഷന് ഇലക്ട്രോ ആക്റ്റീവ് സ്പീഷീസ് കോൺസെൻട്രേഷന് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പം ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. റെസിഡ്യുവൽ കറന്റ് ഇസ് മേഡ് 0 ബൈ ആഡിങ് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ്. ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആൻസർ ഓപ്ഷൻ ഡി ആണ്. കാരണം റെസിഡ്യുവൽ കറന്റ് അല്ല 0 ആക്കുന്നത്. സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? റെസിഡ്യുവൽ കറന്റ് കഴിഞ്ഞിട്ട് അയോൺസിന്റെ മൈഗ്രേഷൻ കാരണം അവിടെ ഒരു മൈഗ്രേഷൻ കറന്റ് ജനറേറ്റ് ചെയ്യും, ഈ ബി പോയിന്റർ. ഓക്കെ. ഈ മൈഗ്രേഷൻ കറന്റിനെ റിമൂവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റെസിഡ്യുവൽ കറന്റിന് ശേഷം മൈഗ്രേഷൻ കറന്റ് വരും. മൈഗ്രേഷൻ കറന്റ് 0 ആക്കാനാണ് സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മൾ പോളറോഗ്രഫി എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പം ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബേസിക് കൺസെപ്റ്റ്സ് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ. ഇവിടെ റെസിഡ്യുവൽ കറന്റ് എല്ലാം 0 ആക്കുന്ന പകരം മൈഗ്രേഷൻ കറന്റ് ആണ് നമ്മൾ സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് വഴി 0 ആക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. Coming to third question, the acid-base indicator HIN shows a color change at pH 6.4 when 20% of it is ionized. The dissociation constant of the indicator is, excuse me, okay. Options are given below. Okay. ഇതൊരു സിമ്പിൾ ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇക്വേഷൻ വന്നിട്ട് ആസിഡ് ബേസ് ഇൻഡിക്കേറ്ററിന്റെ ഇക്വേഷൻ വന്നിട്ട് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു IN മൈനസ് ഡിവൈഡഡ് ബൈ HIN. അപ്പൊ ഇവിടെ നമുക്കറിയാം pH തന്നിട്ടുണ്ട് 6.4. അപ്പം pH എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് H പ്ലസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? H പ്ലസ് എന്താണ്? 10 to the power of minus 6.4. 20% of the acid base indicator is ionized. അപ്പം IN minus 20 divided by 100, that's equal to 0.2. HIN concentration ബാക്കി എത്രയുണ്ട്? 80% ionize ചെയ്യാണ്ട് കിടത്തിട്ടുണ്ട്. That's equal to 0.8. അപ്പം direct substitution ആണ്. H plus into IN minus divided by HIN ചെയ്താൽ നമുക്ക് 9.95 10 raised to power minus 8 എന്നുള്ള ആൻസർ കിട്ടും. അതാണ് ഇതിന്റെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. KIN is equal to H plus into IN minus divided by HIN. Okay. Now let's move on to the fourth question. Gelatin added during the polarographic measurement carried out using dropping mercury electrode. Options are reduces the streaming motion of Hg drop, decreases viscosity of the solution, eliminates migrating current, prevents oxidation of Hg.
സിമ്പിൾ പോളറോഗ്രഫിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. സോ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. പോളറോഗ്രഫിന്റെ ഞാൻ സിമ്പിൾ റെപ്രസെന്റേഷൻ പറഞ്ഞു. ഒരു കാപ്പിലറി ട്യൂബ് ആണ്, ഒരു മെർക്കുറി ഡ്രോപ്പ് ഒരു ഫൈസിൽ വന്ന് കിടക്കും. ആ മെർക്കുറി ഡ്രോപ്പിൽ ഉള്ളത് കാറ്റയൺസ് ആണ്, കാത്തോഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഒരു പൂൾ ഓഫ് മെർക്കുറി ആനോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പം ഇത് ജെലാറ്റിൻ ആഡ് ചെയ്യുന്നത് അതിന് ഒരു സ്ട്രീമിംഗ് മോഷൻ ഉണ്ടാവും മെർക്കുറിക്ക്, അത് കുറക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മെർക്കുറിൻ ഡ്രോപ്ലെറ്റ് ഒറിഫൈസിൽ പോയി കിടക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ മീൻസ് വർക്കിംഗ് ഇലക്ട്രോണിന്റെ പ്രവൃത്തി. ഓക്കെ, അപ്പം ജെലാറ്റിൻ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? സ്ട്രീമിംഗ് മോഷൻ ഓഫ് എഡ്ജ് ഡ്രോപ്പിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ്, മെർക്കുറി ഡ്രോപ്പിന്റെ സ്ട്രീമിംഗ് മോഷനെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷൻസ് നോക്കാം. ഡിക്രീസസ് വിസ്കോസിറ്റി ഓഫ് സൊല്യൂഷൻസ്. വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷൻ ആയിട്ട് ഇതിന് ബന്ധമില്ല. കാരണം ഒരു കൺഫ്യൂഷൻ വരാം, പക്ഷെ അത് നിങ്ങൾക്ക് നെഗ്ലക്ട് ചെയ്യാം. കാരണം വിസ്കോസിറ്റി, സൊല്യൂഷന്റെ വിസ്കോസിറ്റി ആയിട്ട് ഇതൊരു ബന്ധമില്ല. അപ്പം ആ ഓപ്ഷൻ അല്ല. നൗ എലിമിനേറ്റിംഗ് മൈഗ്രേറ്റിംഗ് കറന്റ്, അതുമല്ല. കാരണം മൈഗ്രേഷൻ കറന്റ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? സപ്പോർട്ടിംഗ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നത് KCl or KNO3. Prevents oxidation of Hg, അതുമല്ല. So answer is option A. Clear? So let's move on to the next question. Gel permeation chromatography can be used to separate which of the following? Lanthanides, alkaline earths, fatty acids, low molecular weight peptides. The correct answer is A and B. Fatty acids and alkaline earths. C. Fatty acids alone. D. Low molecular weight peptides. അപ്പം GPC എന്താണെന്ന് അറിയണം. ക്രോമാറ്റോഗ്രഫി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സെപ്പറേഷൻ ടെക്നിക്കാണ്. ഒരു കോമ്പൗണ്ടിലെ കമ്പണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്കാണ് ക്രോമാറ്റോഗ്രഫി. അത് 4 ടൈപ്സ് ഉണ്ട്. നിങ്ങളുടെ മെറ്റീരിയലില് അനലിറ്റിക്കൽ കെമിസ്ട്രിയുടെ മെറ്റീരിയൽസിൽ ബേസിക് ആയിട്ട് തന്നിട്ടുണ്ട്. അത് എക്സോപ്ഷൻ, പാർട്ടീഷൻ, മോളിക്യുലർ സൈസിൽ ബേസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്, പിന്നെ അയോൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി. ഇതില് ജെൽ പെർമിഷൻ ക്രോമാറ്റോഗ്രഫി വന്നിട്ട് എന്താണ്? GPC എന്ന് പറയും. അത് മോളിക്യുലർ സൈസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അതിന് സൈസ് എക്സ്ക്ലൂഷൻ ക്രോമാറ്റോഗ്രഫി എന്ന് പറയും. അപ്പം ഇതാണ് ഒരു സിമ്പിൾ റെപ്രസെന്റേഷൻ. ഓക്കെ, ഒരു കോളത്തിലൂടെ ഒരു കോമ്പൗണ്ട് കടത്തി വിടുന്നു. അതിന്റെ കമ്പണൻസ് സെപ്പറേറ്റ് ആക്കപ്പെടുന്നു. ആ കമ്പണൻസിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോ മോളിക്യുലർ വെയിറ്റ് പെപ്റ്റൈഡ്സും പോളിമേഴ്സും ഒക്കെയാണ് ജെൽ പെർമിഷൻ ക്രോമാറ്റോഗ്രഫി വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, അതായത് ലോ മോളിക്യുലർ വെയിറ്റ് പെപ്റ്റൈഡ്സ്. GPCയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇത് റെപ്രസെന്റേഷൻ മാത്രമാണ്. ഇതൊരു കോളമാണ്. കോളം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കോമ്പൗണ്ട് കടത്തിവിടുന്ന ചേംബർ. ആ ചേംബറിൽ ഈ റൗണ്ട് ഷേപ്പ് സാധനം പോളിമർ ബീഡ്സ് ആണ്. അത് പോളിസ്റ്റൈറീൻ ബീഡ്സ് ആണ്. അപ്പൊ ഈ പോളിസ്റ്റൈറീൻ ബീഡ്സിന്റെ അകത്ത് ഒരു പോസ്റ്റ് ഉണ്ടാവും. അതിന്റെ ഈ പോളിസ്റ്റൈറീൻ ബീഡ്സ് ക്ലോസ്ലി പാക്ഡ് ആണെങ്കിലും അതിന്റെ ഇടയിലും ഒരു സ്പേസ് കാണാം. അപ്പൊ നമ്മളൊരു കോമ്പൗണ്ട് കടത്തി വിടുവാണെങ്കിൽ, അതായത് യൂഷ്വലി പോളിമേഴ്സും ലോ മോളിക്യുലർ വെയിറ്റ് പെപ്റ്റൈഡ്സും ആണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഇത്രയും കാര്യങ്ങളിലുള്ള സംഭവങ്ങളിൽ തന്നെ ലോ മോളിക്യുലർ വെയിറ്റ് കമ്പണൻസ് ഉണ്ടാവും, ഹൈ മോളിക്യുലർ വെയിറ്റ് കമ്പണൻസ് ഉണ്ടാവും. അപ്പം ലോ മോളിക്യുലർ വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങള് ഈ പോളിസ്റ്റൈറിൻ ബീഡ്സിൽ കുഞ്ഞു കുഞ്ഞു പോസ് ഉണ്ടാവുമല്ലോ, അതിന്റെ അകത്തോട്ടേക്ക് കയറിപ്പോവും. അതിനേക്കാളും സൈസ് കൂടുതലുള്ള സാധനം എന്ത് ചെയ്യും? ഈ ഇടയിലൂടെ കയറിയിട്ടങ്ങ് പോകും. അപ്പം എന്താവും? ഈ ഹൈ മോളിക്യുലർ വെയിറ്റ് ഉള്ള കമ്പണൻസ് ഇതിന്റെ ഇടയിലൂടെ കയറിയിട്ട് ആദ്യം ഇങ്ങ് വരും. ലോ മോളിക്യുലർ വെയിറ്റ് സാധനങ്ങൾ പിന്നെയാണ് വരുന്നത്. അപ്പം ജെൽ പെർമിഷൻ ക്രോമാറ്റോഗ്രഫിന് എക്സ്പെക്ട് ചെയ്യാനുള്ള വേറെ ക്വസ്റ്റ്യൻ ആണ്, ഏത് കമ്പണൻസ് ആണ് ആദ്യം കളക്ട് ചെയ്യുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ഹൈ മോളിക്യുലർ വെയിറ്റ് കമ്പണൻസ് ആണ് ആദ്യം കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം GPC യൂസ് ചെയ്യുന്നത് പോളിമേഴ്സിനും ലോ മോളിക്യുലർ വെയിറ്റ് പെപ്റ്റൈഡ്സിനും ആണ്. ഇതിന്റെ സെപ്പറേഷൻ ആണ്. ഹൈ മോളിക്യുലർ വെയിറ്റ് ഉള്ളതാണ് ആദ്യം കളക്ട് ചെയ്യുന്നത്, പിന്നെ ലോ മോളിക്യുലർ വെയിറ്റില് രണ്ടാമത് വരും. ഓക്കെ, എക്സ്ക്യൂസ് മീ, ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ട് ചെയ്യുന്നത്. സോ ഇത് ക്ലിയർ ആണല്ലോ ജെൽ പെർമിഷൻ ക്രോമാറ്റോഗ്രഫി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ,
The use of dynamic inert atmosphere in thermogrammetric analysis. എന്തിനാണ് ഡൈനാമിക് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ TGL യൂസ് ചെയ്യുന്നത്? It decreases decomposition temperature, reduces rate of decomposition, decreases weight loss, increases weight loss. Thermogrammetric analysis എന്താണ്? അത് ഒരു കോമ്പൗണ്ടിലെ thermal stability determine ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് TGL. ഓക്കെ, അതിലെന്താ നമ്മൾ ചെയ്യുന്നത്? അതിൽ നമ്മൾ കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്തിട്ട് ആ ഓരോ ടെമ്പറേച്ചറിൽ എത്ര വെയിറ്റ് ലോസ് കോമ്പൗണ്ടിന് സംഭവിച്ചു എന്നുള്ളത് മെഷർ ചെയ്യും. ഓക്കെ, അപ്പം അതിന്റെ പ്ലോട്ട് എപ്പോഴും എന്താണ്? വെയിറ്റ് പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴത്തേക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് വെയിറ്റ് അതിന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിലാണെങ്കിൽ നമ്മൾ എപ്പോഴും നൈട്രജനും ആർഗണും ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ആയിട്ട് കൊടുക്കും. അത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം TGL നൈട്രജനും ആർഗണും ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ഗ്രാഫ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഗ്രാഫ് കണ്ടോ? ഈ ഗ്രാഫാണ് TGL കർവ്. അതായത് ഒരു കോമ്പൗണ്ടിന് ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ കൊടുക്കുമ്പം ആ കോമ്പൗണ്ടിന് എത്രത്തോളം വെയിറ്റ് പെർസെൻറ്റേജ് പോകുന്നു അതറിയാനുള്ള കർവാണ് ഇത്. ഈ പീക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിഫറൻഷ്യൽ കർവാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, ഡൈനാമിക് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ഇൻ TGL is used to decrease the decomposition temperature. ഓക്കെ, ക്ലിയർ അല്ലേ? ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, any next question. In a polarographic measurement, aqueous KCl solution as supporting electrolyte is applied. When applied, potential more than 0.4 volt results mainly in the formation of. അപ്പം പോളറോഗ്രഫിയിൽ നമ്മൾ KCl എന്തിനാണ് ആഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സപ്പോർട്ടിങ് ഇലക്ട്രോലൈറ്റ് ആണ്. KCl യൂസ് ചെയ്യും, നമ്മൾ KNO3 യൂസ് ചെയ്യും. അതെന്തിനാണ് ആഡ് ചെയ്യുന്നത്? അത് മൈഗ്രേഷൻ കറന്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സെക്കൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് കണ്ടക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യും, pH മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പം സപ്പോർട്ടിങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പം മെർക്കുറി എപ്പോഴും Hg1 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, അവിടെ ഓക്സിഡേഷൻ നടക്കുന്നില്ല, Hg1 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements regarding diffusion current at the dropping mercury electrode. See, മിക്ക CSIR ക്വസ്റ്റ്യൻസിനും പോളറോഗ്രഫിന്ന് 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കൺസെപ്റ്റ് മനസ്സിലാക്കിയ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പം ഡിഫ്യൂഷൻ കറന്റിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫ്യൂഷൻ കറന്റ് നമ്മൾ പറഞ്ഞു, പോളറോഗ്രാമില് നമുക്ക് 4 ടൈപ്പ് കറന്റ് ഉണ്ടാവും. അതിൽ ഒരെണ്ണമാണ് ഡിഫ്യൂഷൻ കറന്റ്. ഡിഫ്യൂഷൻ കറന്റ് ആണ് പോളറോഗ്രഫിയിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം ഡിഫ്യൂഷൻ കറന്റ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഐക്കോവിക് ഇക്വേഷൻ. ഓക്കെ, എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും? ഐക്കോവിക് ഇക്വേഷൻ ID ഡിഫ്യൂഷൻ കറന്റ് ഇറ്റ്സ് ഈക്വൽ ടു 708 NCD raised to half m raised to 2/3 t raised to 1/6. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ ഡിപ്പെൻഡ് ചെയ്യും, കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യും, മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിഫ്യൂഷൻ കറന്റ് കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡ്രോപ്പ് ടൈം. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ടെമ്പറേച്ചറിന് ഒബ്വിയസ്ലി അത് ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ ഈ ഒരു ടേമിൽ വരുന്നില്ല എന്നുണ്ടെങ്കിലും പോളറോഗ്രഫിയിൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. അപ്പം ഡെഫിനറ്റ്ലി പോളറോഗ്രഫിയിൽ ടെമ്പറേച്ചർ ഒരു ഫാക്ടർ ആണ്. അപ്പം ഡിഫ്യൂഷൻ കറന്റിന് ടെമ്പറേച്ചർ കൂടി ഡിപ്പെൻഡ് ചെയ്യും. It does not depend on mercury flow rate. Actually, it depends on mercury flow rate.
കാരണം മെർക്കുറി ഒറിഫൈസിൽ വന്ന് നിൽക്കുന്നു, അതിന്റെ സ്ട്രീമിംഗ് മോഷൻ ഒക്കെ കുറക്കാൻ നമ്മൾ ജെലാറ്റിൻ ആഡ് ചെയ്യുന്നു. അപ്പം ഈ ജെലാറ്റിൻ ആഡ് ചെയ്യുന്നതിന്റെ സ്ട്രീമിംഗ് മോഷൻ കുറക്കാൻ, അപ്പം മെർക്കുറി ഡ്രോപ്ലെറ്റിന്റെ ഒറിഫൈസിൽ വന്ന് നിൽക്കുന്നതിന് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫ്ലോ റേറ്റിനെ, മെർക്കുറി ഫ്ലോ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡ്രോപ്പ് ടൈം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇത്രയും കാര്യങ്ങൾ. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ മെർക്കുറി ഫ്ലോ റേറ്റ്. പക്ഷെ ഇവിടെ ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബി ആൻഡ് സി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Differential pulse polarography is more sensitive than DC polarography. Consider following reasons for it. Non-Faraday current is less in DPP in comparison to DCP. Non-Faraday current is more in DPP in comparison to DCP. Polarigram of DPP is of different shape than that of DCP. സെൻസിറ്റിവിറ്റി ഡിഫറൻഷ്യൽ പൾസ് പോളറോഗ്രഫിക്കാണ് കൂടുതൽ. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. DC പോളറോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ പോളറോഗ്രഫി. ഡിഫറൻഷ്യൽ പൾസ് പോളറോഗ്രഫി കുറച്ച് വ്യത്യാസമുണ്ട് DC പോളറോഗ്രഫിന്. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് കൺസെപ്റ്റ് ആണ് ഫാരഡേ കറണ്ടും നോൺ ഫാരഡേ കറണ്ടും. ഫാരഡേ കറണ്ടും നോൺ ഫാരഡേ കറണ്ട് എന്ന് പറഞ്ഞാൽ, ഫാരഡേ കറണ്ട് ഇസ് ബേസ്ഡ് ഓൺ ഓക്സിഡേഷൻ റിഡക്ഷൻ ഓഫ് ദി അൺലൈറ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ് യൂസ്ഫുൾ സിഗ്നൽ. ഇത് രണ്ടും പോളറോഗ്രഫിയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കപ്പാസിറ്റീവ് കറണ്ടിനെയാണ് നോൺ ഫാരഡേ കറണ്ട് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ഇലക്ട്രോകെമിക്കൽ ഡബിൾ ലെയർ ഓൺ ദി സർഫസ് ഓഫ് ദി വർക്കിംഗ് ഇലക്ട്രോഡ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ദ അൺവാണ്ടഡ് ഇന്റർഫറൻസ് കമ്പണന്റ് ഇൻ ദ സിഗ്നൽ. ഓക്കെ, അപ്പം ഇതിന്റെ കേസ് പറയുവാണെങ്കിൽ ഡയറക്റ്റ് കറന്റ് പോളറോഗ്രഫി, അതായത് നോർമൽ പോളറോഗ്രഫിയിൽ ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫാരഡേ കറണ്ടും നോൺ ഫാരഡേ കറണ്ടും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഡിഫറൻഷ്യൽ പൾസ് പോളറോഗ്രഫിയിലും സാമ്പിൾ DC പോളറോഗ്രഫി എന്നൊക്കെ പറഞ്ഞ് വേറെ കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് സിലബസിൽ ഉണ്ടാവുന്ന. ഈ ഒരു ക്വസ്റ്റിന് വേണ്ടി നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാം. ഈ ഡിഫറൻഷ്യൽ പൾസ് പോളറോഗ്രഫിയിലൊക്കെ എന്ത് ചെയ്യും? നോൺ ഫാരഡേ കറണ്ടിനെ മാക്സിമം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. കണ്ടോ? ഇറ്റ് എയിംസ് എറ്റ് ദ എലിമിനേഷൻ ഓഫ് കപ്പാസിറ്റീവ് കറണ്ട്. അപ്പൊ എന്തായിരിക്കും ആൻസർ? നോൺ ഫാരഡേ കറണ്ട് ലെസ് ആയിരിക്കും. അത് DPP-ലൊക്കെ എലിമിനേറ്റ് ചെയ്യുന്ന. DC പോളറോഗ്രഫി നമ്മുടെ നോർമൽ പോളറോഗ്രഫി, അതിലൊരു ഫാരഡേ കറണ്ട് ഉണ്ട്, നോൺ ഫാരഡേ കറണ്ട് ഉണ്ട്. ഫാരഡേ കറണ്ട് എന്ന് പറഞ്ഞാൽ അത് ഓക്സിഡേഷൻ റിഡക്ഷൻ ഓഫ് എനലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നോൺ ഫാരഡേ കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓഫ് ദി ഇലക്ട്രോകെമിക്കൽ ഡബിൾ ലെയർ. അതായത് ഒരു ഹെൽമോൾസ് ഡബിൾ ലെയർ ഫോം ചെയ്താൽ അവിടെ ഒരു ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഉണ്ടാവും, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഡിഫറൻഷ്യൽ പൾസ് പോളറോഗ്രഫിന്റെ കേസിലാണെങ്കിൽ അത് സെൻസിറ്റീവ് ആവാനുള്ള കാരണം എന്താണ്? അതിൽ നോൺ ഫാരഡേ കറണ്ട് ലെസ് ആണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നോൺ ഫാരഡേ കറണ്ട് കൂടുതലല്ല. പിന്നെ പോളറോഗ്രാം ഓഫ് DPP എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ പൾസ് പോളറോഗ്രഫിന്റെ ഗ്രാഫ് വ്യത്യാസമായിരിക്കാം, പക്ഷെ അതല്ല സെൻസിറ്റീവ് ആവാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചത്. അപ്പൊ സെൻസിറ്റീവ് ആവാനുള്ള കാരണം അത് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് അത്. കറക്റ്റ് റീസൺസ് പറഞ്ഞ ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് എ ഓൺലി. ഓക്കെ, now coming to the next question. The calibration curve in spectrofluorimetric analysis becomes non-linear when molecular weight of analyte is high, intensity of light source is high, concentration of analyte is high, molar absorptivity of analyte is high. So fluorescence measure ചെയ്യാനുള്ള ഒരു ടെക്നിക് ആണ് സ്പെക്ട്രോഫ്ലൂറിമെട്രിക് അനാലിസിസ്. സോ ജസ്റ്റ് ബേസിക് ഫ്ലൂറസെൻസ് എന്താണ്? ഫ്ലൂറസെൻസ് ഒരു കോമ്പൗണ്ട് ഒരു certain ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് സിംഗ്ലെറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഈ സിംഗ്ലെറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്യും? അത് എമിറ്റ് ചെയ്യും. ലൈറ്റ് ഓഫ് ലോങ്ങർ വേവ് ലെങ്ത് എമിറ്റ് ചെയ്യും, എന്നിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരും. അതാണ് ഫ്ലൂറസെൻസ്. ഈ ഫ്ലൂറസെൻസ് മെഷർ ചെയ്യാനുള്ള ടെക്നിക്കാണ് സ്പെക്ട്രോഫ്ലൂറോമെട്രിക് അനാലിസിസ്. അപ്പം
ഈ ഫ്ലൂറസെൻസ് സ്പെക്ട്രോഫ്ലൂറോമെട്രിയിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു എക്സൈറ്റേഷൻ സോഴ്സ് വേണം. അതായത് നമ്മൾ കോമ്പൗണ്ട് ഫ്ലൂറസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണെങ്കിൽ അതിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ ഒരു സോഴ്സ് വേണം. എക്സൈറ്റേഷൻ മോണോക്രോമാറ്റർ വേണം. ക്യുവെറ്റ് എന്ന് പറഞ്ഞ ഒരു സാമ്പിൾ ഹോൾഡർ ആണ്. ആ സാമ്പിൾ ഹോൾഡറിലാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത്. പിന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഫ്ലൂറസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. അപ്പം എമിഷൻ മോണോക്രോമാറ്റർ വേണം. ആൻഡ് ഫൈനലി ഡിറ്റക്ട് ചെയ്യാൻ ഡിറ്റക്ടർ വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വേണം. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കേ, കാലിബ്രേഷൻ കർവ് ഇൻ സ്പെക്ട്രോഫ്ലൂറോമെട്രിക് അനാലിസിസ്. സ്പെക്ട്രോഫ്ലൂറോമെറ്റർ, സ്പെക്ട്രോഫോട്ടോമീറ്റർ, അത് UV വിസിബിൾ, നിങ്ങളൊക്കെ പ്രോജക്റ്റ് സമയത്തും അല്ലെങ്കിൽ അത് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ റിസർച്ചിലൊക്കെ മീൻസ് പ്രോജക്ട് ഫെലോസ് ആയിട്ട് നിന്നവരൊക്കെ ആണെങ്കിൽ ഈ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ടാവാം. അല്ലാത്തവർക്കാണെങ്കിലും തിയറിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്പെക്ട്രോഫ്ലൂറോമെട്രി ആണെങ്കിലും സ്പെക്ട്രോഫോട്ടോമെട്രി ഒക്കെ ആണെങ്കിലും ഒരു കാലിബ്രേഷൻ കർവ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് സ്റ്റഡീസ് ചെയ്യുന്നത്. അപ്പം ആ കാലിബ്രേഷൻ കർവ് എപ്പോഴും ലീനിയർ ആയിരിക്കണം. കാലിബ്രേഷൻ കർവ് നോൺ ലീനിയർ ആവുന്നത് എപ്പോഴാണ് ചോദിച്ചിരിക്കുന്നത്? മോളിക്കുലർ വെയിറ്റ് ഓഫ് എനലൈറ്റ് ഹൈ. ഒരിക്കലുമല്ല. കാരണം ഒരു സ്പെക്ട്രോഫ്ലൂറിമെട്രിന്റെ കേസിൽ മോളിക്കുലർ വെയിറ്റിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു കോമ്പൗണ്ട് മോളിക്കുലർ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം ഈ ഓപ്ഷൻ അല്ല. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് സോഴ്സ് ഇസ് ഹൈ. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് സോഴ്സും അല്ല. കാരണം സ്പെക്ട്രോഫ്ലൂറോമെട്രിയിൽ ഒരു ലേസർ സോഴ്സ് ലൈറ്റ് സോഴ്സ് ആയിട്ടുണ്ട്. അതിന് ഒരു ആ ഇൻസ്ട്രുമെന്റിന് അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് അനുസരിച്ചുള്ള ഒരു ലൈറ്റ് സോഴ്സ് ആയിരിക്കും സെറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി കൂടിയത് കൊണ്ടൊന്നുമല്ല നോൺ ലീനിയർ ആയി പോകുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് എനലൈറ്റ് ഇസ് ഹൈ. യെസ്, സ്പെക്ട്രോഫ്ലൂറോമെട്രിയിൽ കാലിബ്രേഷൻ കർവ് നോൺ ലീനിയർ ആവണമെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എനലൈറ്റ് ഹൈ ആണെങ്കിൽ എന്താവും? അത് നോൺ ലീനിയർ ആയി മാറും. കാരണം കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും കോൺസെൻട്രേഷൻ ഓപ്റ്റിമൈസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പെക്ട്രോഫ്ലൂറോമെട്രി അനാലിസിസിന് പോകേണ്ടത്. അപ്പം ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി മോളാർ എബ്സോർപ്റ്റിവിറ്റി ഓഫ് എനലൈറ്റ് ഇസ് ഹൈ. മോളാർ എബ്സോർപ്റ്റിവിറ്റി അല്ല. കാരണം എന്താ? മോളാർ എബ്സോർപ്റ്റിവിറ്റി സ്പെക്ട്രോഫോട്ടോമെട്രിയിലാണ്. അതായത് UV വിസിബിൾ സ്പെക്ട്രോമീറ്ററിൽ ബിയർ ലാംബർട്ട്സ് ലോയിലാണ് നമ്മൾ മോളാർ എബ്സോർബൻസ് ഒക്കെ മെഷർ ചെയ്യുന്നത്. അപ്പം മോളാർ എബ്സോർപ്റ്റിവിറ്റി അല്ല. Okay, here the answer is option C. മനസ്സിലായോ? ബേസിക്സ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓരോ ക്വസ്റ്റ്യനും അനുസരിച്ചിട്ടുള്ള അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഓരോ പ്രോബ്ലം നിങ്ങൾ ഹാൻഡിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, identify the complex ions in sequential order when ferroin is used as an indicator in the titration of ion 2 with potassium dichromate. ഇതൊരു ടൈട്രേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ടൈട്രേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ചിലപ്പം ചോദിക്കാറുണ്ട് CSIR. അപ്പം നിങ്ങൾ ചെയ്ത പ്രാക്ടിക്കൽ നോളേജ് പിന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് വായിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫെറോയിൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഫിനാൻഡ്രോളിൻ ഉള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്. അതൊരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അത് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അയോൺ 2ന്റെയും പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെയും ടൈട്രേഷനിലാണ്. ഓക്കെ, അപ്പം ഈ ഒരു കേസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ Fe2+ ആദ്യം Fe3+ ആക്കി മാറ്റും. അതായത് ഒരു ഫിനാൻഡ്രോളിൻ അയോൺ കോംപ്ലക്സ് 2+ 3+ ആയി മാറും. അതായത് 2+ ഉള്ള കോംപ്ലക്സിനെ ഫെറോയിൻ എന്ന് വിളിക്കും, 3+ ഉള്ള കോംപ്ലക്സിനെ ഫെറിൻ എന്ന് വിളിക്കും. ഇതാണ് ഈ ഒരു ടൈട്രേഷനിൽ നടക്കുന്നത്. അപ്പം റെഡ് കളറിന് ഒരു ബ്ലൂയിലോട്ട് പോകും. ഓക്കെ, അപ്പം ഇതിന്റെ ആൻസർ നമുക്ക് കോംപ്ലക്സസിലുള്ളത് ഈ സൈനൈഡ് അവിടെ വരാനേ ചാൻസ് ഇല്ല. അപ്പൊ സിയും ഡിയും എന്തായാലും അല്ല. നമുക്ക് ഡൗട്ട് വരുന്നത് എയും ബി ആണ്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫെറോയിൻ കോംപ്ലക്സിൽ എന്താണുള്ളത്? ഫിനാൻഡ്രോളിൻ ആണ് ഉള്ളത്, അല്ലെ? ഈ PHEN റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താ? ഓപ്ഷൻ എ ഓർ ബി ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കാരണം ആദ്യം Fe2+ കോംപ്ലക്സ് നിന്ന് Fe3+ കോംപ്ലക്സ് ആവുകയാണ് ചെയ്യുക. അതാണ് ഇതിൽ നടക്കുന്നത്. അതായത് റെഡ് ടു ബ്ലൂ കളറേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
decomposition temperature of calcium carbonate in thermogrammetric analysis will be highest in dynamic atmosphere of. Okay. അപ്പോൾ TG നമ്മൾ കണ്ടു, അത് thermal stability മെഷർ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഇതാണ് കാൽഷ്യം കാർബണേറ്റിന്റെ ഒരു TGA ഗ്രാഫ്. ഇതിൽ നമ്മൾ above 800 കൊടുക്കുമ്പോഴത്തേക്കും എന്താണ് ഹൈലി ഡീകമ്പോസിഷൻ സംഭവിക്കുന്നുണ്ട്. അതിന്റെ വെയിറ്റ് നമുക്ക് കാണാം, വെയിറ്റ് ലോസ് നന്നായി സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതില് സ്റ്റഡീസ് എന്ന് അവരെന്ത് ചെയ്തു വെച്ചാൽ പല ഇനേർട്ട് അറ്റ്മോസ്ഫിയറും ട്രൈ ചെയ്ത് നോക്കി. അപ്പം കാൽഷ്യം കാർബണേറ്റിന്റെ TGA എപ്പോഴും ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ എപ്പോഴും ഹയസ്റ്റ് നൈട്രജൻ അറ്റ്മോസ്ഫിയറിലാണ്. യൂഷ്വലി TGAയിൽ നൈട്രജനോ ആർഗണോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാൽഷ്യം കാർബണേറ്റിന്റെ കേസിൽ ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നത് നൈട്രജന്റെ കേസിലാണ്. ഓക്കെ, അത് കുറച്ച് സ്റ്റഡീസ് എന്നാണ് അവര് ഇതിന്റെ ബേസിക് തിയറി എന്ന് പറയാനില്ല, കുറെ റിസർച്ച് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ട് ഇത്ര ടൈമിനുള്ളിൽ ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് നൈട്രജന്റെ പ്രസൻസിലാണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 100 ml solution of 2.5 into 10 to the power of -3 m in Bi3 and Cu2 each is photometrically titrated at 745 nanometer with 0.1 molar EDTA solution. Identify the correct statements for this titration. Total volume of EDTA solution is 5 ml. 3 ml of EDTA is required for Bi3 and 2 ml for Cu2. 2.5 ml of EDTA is used for each metal ion. First breaking titration curve is for Cu2. അപ്പോൾ ഇതില് നമുക്ക് വോളിയം തന്നിട്ടുണ്ട്, മൊളാരിറ്റി തന്നിട്ടുണ്ട്, EDTA സൊല്യൂഷൻ അഗെയിൻസ്റ്റ് ആണ് ടൈട്രേറ്റ് ചെയ്യുന്ന EDTA സൊല്യൂഷന് മൊളാരിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരേണ്ടത്? ഈ ഒരു ഇക്വേഷൻ M1V1 is equal to M2V2. അപ്പൊ 100 ml 2.5 into 10 to the power of -3. രണ്ട് അയോൺസിന്റെ ടൈട്രേഷൻ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം രണ്ടിന്റെയും മൊളാരിറ്റി 2.5 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 100 into 2.5 10 to the power of -3 is equal to 0.1 into V2, അതായത് EDTA മൊളാരിറ്റിയും വോളിയമും. അപ്പൊ നമുക്ക് കിട്ടുന്ന V2 എന്താണ്? 100 into 2.5 into 10 to the power of -3 divided by 0.1, that is equal to 2.5 ml. ഇനി Bi3ന്റെ കേസിലും ഈ ഒരു മൊളാരിറ്റിയാണ്, Cu2 കേസിലും ഈ ഒരു മൊളാരിറ്റിയാണ്. അപ്പം ടോട്ടൽ വോളിയം ഓഫ് EDTA സൊല്യൂഷൻ എന്താണ്? 5 ml ആണ്. കാരണം നമ്മൾ V2 കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2.5 ml കിട്ടി. അപ്പം 2.5 ml ഈ Bi3ന്റെ കേസിലുണ്ട്, Cu2 കേസിലുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ബി 3 ml 2.2 ml പറഞ്ഞിരിക്കുന്നത്. ദാറ്റ്സ് നോട്ട് കറക്റ്റ്. കാരണം നമുക്ക് തന്നിരിക്കുന്ന മൊളാരിറ്റി രണ്ടിനും 2.5 10 to the power of -3 ആണ്. അപ്പം 2.5 ml of EDTA is used for each metal ion ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആർ എ ആൻഡ് സി ആർ ദി കറക്റ്റ് ഓപ്ഷൻ. That is option B. M1V1 is equal to M2V2 ചെയ്യുന്നു, V2 കണ്ടുപിടിക്കുന്നു. രണ്ട് അയോൺസിന്റെ സ്പെസിഫൈ ചെയ്ത കാരണം നമ്മൾ 2.5 plus 2.5 എന്നുള്ള കൺസെപ്റ്റ് എടുക്കുന്നു. അതുകൊണ്ട് ടോട്ടൽ വോളിയം ഇത്ര കിട്ടുന്നു. 2.5 ml of EDTA is used for each metal ion. Okay, clear അല്ല? ഓക്കെ, ഇപ്പൊ ഒരു മെസ്സേജ് കിട്ടി. ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ കറക്റ്റ് ആണ്, ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ ഇനേർട്ട് ആണ്, അത് ഡിക്രീസ് ആണ് ചെയ്യാം. പക്ഷെ ഈ ഒരു ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്നത്, സോറി ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്യുക. ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ കാൽഷ്യം കാർബണേറ്റിൽ ഏതാണ് കൂട്ടുവാന്നല്ലേ? നൈട്രജൻ, സിന്തസിസ് ഗ്യാസ്, ബാക്കി ഓപ്ഷൻസ്. അപ്പം റിസർച്ച് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തിട്ട് ഇത്രയും 4 കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്തപ്പം കണ്ടിരിക്കുന്നത് ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ കൂടുതൽ കിട്ടിയിരിക്കുന്ന നൈട്രജൻ ആണ്. ഓക്കെ, അത് റിസർച്ച് സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ എന്തെങ്കിലും
തിയറി വൈസ് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തു തരാം. പക്ഷെ ആക്ച്വലി ഇതൊരു റിസർച്ച് ആർട്ടിക്കിളിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് സ്റ്റഡീസിനെ ബേസ് ചെയ്ത് അവർ പല രീതിയിലും കണ്ടക്ട് ചെയ്തു. എന്നിട്ട് അതിലാണ് നൈട്രജൻ പറഞ്ഞിരിക്കുന്നത്. നൈട്രജൻ യൂഷ്വലി TGAയിൽ നൈട്രജനും ആർഗണും യൂസ് ചെയ്തിരിക്കുന്ന ഡീകമ്പോസിഷൻ ടെമ്പറേച്ചറിനെ ഡിക്രീസ് ലെവലിൽ കൊണ്ടുപോകാനാണ്. പക്ഷെ കാൽഷ്യം കാർബണേറ്റിന് ഹൈ ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളുടെ ഇടയിൽ നൈട്രജൻ ആണ് ഇത്ര സമയത്തിനുള്ളിൽ അവര് ഡീകമ്പോസിഷൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ നൈട്രജൻ ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി എന്തെങ്കിലും അതിലൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ, പക്ഷെ കുറെ രീതിയിൽ ഇത് ജസ്റ്റ് ട്രൈ ചെയ്തു. അപ്പം ഓപ്ഷൻ എ ആണ് ക്ലാരിഫൈഡ് ആയിട്ടുള്ള ആൻസർ ഇപ്പം കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റിന്റെ കേസാണ് ഇപ്പം പറഞ്ഞത്. അതായത് ഒരാൾ ചോദിച്ചു ഇത് കുറവായിരിക്കില്ലേ എന്ന്. ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ റെഡ്യൂസ്ഡ് ആക്കി വെക്കുന്നത് നൈട്രജനും ആർഗണും ആണ്. പക്ഷെ ഈ കാൽഷ്യം കാർബണേറ്റിന്റെ കേസിൽ ഇത്രയും സാധനങ്ങളിൽ സിന്തസിസ് ഗ്യാസിന്റെ പ്രസൻസ് ആണെങ്കിലും വാട്ടർ ഗ്യാസ് ഈ മിക്സ്ചറിലും നൈട്രജനിലും ക്യാരി ഔട്ട് ചെയ്തപ്പം നൈട്രജന്റെ കേസിലായിരുന്നു ഹൈയസ്റ്റ് ഒബ്സർവ് ചെയ്തിരുന്നത്. അത് റിസർച്ച് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. Iodometric titration of sodium thiosulfate with acidic dichromate solution, 25 ml of 0.1 molar dichromate requires 25 ml of X molar thiosulfate. The value of X is. So, iodometric titration എന്താണ്? ജനറേറ്റ് ചെയ്തിരിക്കുന്ന അയഡിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് iodometric titration. ഓക്കെ, അപ്പം ഡൈക്രോമേറ്റ് സൊല്യൂഷൻ ആൻഡ് സോഡിയം തയോസൾഫേറ്റിന്റെ iodometric titration ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഡൈക്രോമേറ്റ് 1 മോൾ ഓഫ് ഡൈക്രോമേറ്റ് നമുക്ക് 3 മോൾസ് ഓഫ് അയഡിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ 3 മോൾസ് ഓഫ് അയഡിൻ റിയാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 6 മോൾ ഓഫ് സോഡിയം തയോസൾഫേറ്റ് വേണം. അതാണ് ഈ iodometric titration യൂസ് ചെയ്യുന്നത്. അതായത് 1 മോൾ ഓഫ് ഡൈക്രോമേറ്റ് 3 മോൾസ് ഓഫ് അയഡിൻ ജനറേറ്റ് ചെയ്യുന്നു. 3 മോൾസ് ഓഫ് അയഡിൻ 6 മോൾസ് ഓഫ് സോഡിയം തയോസൾഫേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പം അതിന്റെ ഇക്വേഷൻ M1V1 = M2V2 എന്നുള്ളത് എങ്ങനെ വരും? 6M1V1 = M2V2. ഇത് iodometryന്റെ കേസിൽ ഇമ്പോർട്ടന്റ് ആണ്. 6 മോൾസ് എന്നുള്ള കൺസെപ്റ്റ് അവിടെ കൊണ്ടുവരണം. അതായത് 1 മോൾ ഓഫ് ഡൈക്രോമേറ്റിന് 3 മോൾസ് ഓഫ് അയഡിൻ, ആ 3 മോൾസ് ഓഫ് അയഡിൻ ആണ് 6 മോൾസ് ഓഫ് സോഡിയം തയോസൾഫേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ 6M1V1 = M2V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6 × 0.1 മോളർ ഓഫ് ഡൈക്രോമേറ്റ് ഉണ്ട്, 25 ml ഉണ്ട്, 25 × M2. ഓക്കെ, അപ്പം M2 എത്ര കിട്ടും? നമുക്ക് 0.6 മോളാർ കിട്ടും. ക്ലിയർ? അപ്പൊ ഇവിടെ M1V1 = M2V2ന്റെ കൂടെ നമ്മളൊരു 6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. So answer is option C. So let's move on to the next question. The primary analytical method not using a reference is. First one, inductively coupled plasma emission spectrometry. Second one, energy dispersive X-ray fluorescence spectrometry. C, anodic stripping voltammetry. Isotopic dilution mass spectrometry. Okay. അപ്പം നമുക്ക് ജസ്റ്റ് ഓരോന്നിന്റെയും എന്തിനാന്നുള്ളത് നോക്കാം. ഇൻഡക്റ്റീവ് കപ്പിൾ പ്ലാസ്മ എമിഷൻ സ്പെക്ട്രോസ്കോപ്പി ICP അനാലിസിസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മ എനർജി നമ്മൾ ഒരു സാമ്പിളിന് കൊടുക്കുവാണെങ്കിൽ അവിടെ കമ്പണന്റ് എലിമെന്റ്സ് എക്സൈറ്റ് ചെയ്യപ്പെടും. ഇതില് എലിമെന്റ് കോമ്പസിഷൻ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇതിന്റെ കേസിൽ ഒരു റെഫറൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സാമ്പിൾ എന്താണോ ആ സാമ്പിളിൽ ഇല്ലാണ്ട് സോൾവെന്റോ അല്ലെങ്കിൽ ഒരു എസിഡിക് മീഡിയോ നമ്മൾ ബ്ലാങ്ക് സൊല്യൂഷൻ എന്ന് പറയും, അത് റൺ ചെയ്തിട്ട് അതിന്റെ സ്പെക്ട്രമാണ് നമ്മൾ സാമ്പിളിന്റെ സ്പെക്ട്രമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പം ICP അനാലിസിസിൽ ഇൻഡക്റ്റീവ്ലി കപ്പിൾ പ്ലാസ്മ എമിഷൻ സ്പെക്ട്രോമെട്രിയിൽ നമ്മൾ റെഫറൻസ് യൂസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഇനി അടുത്തത് എനർജി ഡിസ്പെർസീവ് എക്സ്റേ ഫ്ലൂറസെൻസ് സ്പെക്ട്രോമെട്രി. എനർജി ഡിസ്പെർസീവ് എക്സ്റേ ഫ്ലൂറസെൻസ് സ്പെക്ട്രോ എന്താണ്? അതും എലിമെന്റൽ അനാലിസിസ് യൂസ് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്, ഒരു ഫ്ലൂറസെൻസ് ടെക്നിക്കാണ്. ഇതിന്റെ കേസിലും എന്താണ്, എപ്പോഴും നമ്മൾ ഏത് സാമ്പിൾ ആണോ മെഷർ ചെയ്യുന്നത്, അതായത് ഏത് സാമ്പിൾ ആണോ അതിന്റെ എലിമെന്റൽ, അതായത് ഒരു കോമ്പൗണ്ടിൽ എന്തൊക്കെ എലിമെന്റ്സ് അറിയാം, ഇപ്പൊ ഗോൾഡ് ഉണ്ടോ അതോ കോപ്പർ ഉണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എലിമെന്റൽ അനാലിസിസ് ചെയ്യുന്നത്. ആ പെർട്ടിക്കുലർ സാധനങ്ങളുള്ള കോമ്പൗണ്ടിനാണ് നമ്മൾ ഈ ICPയും എനർജി ഡിസ്പെർസീവ് എക്സ്റേ ഫ്ലൂറസെൻസ് ഒക്കെ ചെയ്യണം. അപ്പൊ രണ്ടിന്റെ കേസിലാണെങ്കിലും എലിമെന്റൽ അനാലിസിസ് ആണ്. ഇവിടെയും ഒരു റെഫറൻസ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഏതൊക്കെ പീക്ക് ഒരു ഗ്രാഫ് കിട്ടുമ്പം ആ പീക്ക്, ദിസ് പീക്ക് കറസ്പോണ്ട്സ് ടു ഗോൾഡ്, ദിസ് പീക്ക് കറസ്പോണ്ട്സ് ടു സിൽവർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബ്ലാങ്ക് സാധനമുള്ള ഒരു സ്പെക്ട്രുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം എനർജി ഡിസ്പെർസീവ് എക്സ്റേ ഫ്ലൂറസെൻസ് സ്പെക്ട്രോമെട്രിയിലും നിങ്ങൾക്ക് എന്താ ഒരു റെഫറൻസ് ആവശ്യമുണ്ട്. ഇനി ആനോഡിക് സ്ട്രിപ്പിംഗ് വോൾട്ടാമെട്രി. ആനോഡിക് സ്ട്രിപ്പിംഗ് വോൾട്ടാമെട്രി എന്താണ്? അതൊരു വോൾട്ടാമെട്രിക് മെത്തേഡാണ്. അതെന്തിനാണ്? ഒരു സ്പെസിഫിക് അയോണിക് സ്പീഷീസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആനോഡിക് സ്ട്രിപ്പിംഗ് വോൾട്ടാമെട്രി യൂസ് ചെയ്യുന്നത്. അത് യൂഷ്വലി 3 ഇലക്ട്രോഡ്സ് ഉണ്ടാവും, ഒരു വർക്കിംഗ് ഇലക്ട്രോഡ്, ഒരു ഓക്സിലറി ഇലക്ട്രോഡ്, റെഫറൻസ് ഇലക്ട്രോഡ്. സോ അവിടെയും ഒരു റെഫറൻസ് ഉണ്ട്. ഇനി കമ്മിങ് ടു ദ ഐസോടോപിക് ഡൈല്യൂഷൻ മാസ് സ്പെക്ട്രോമെട്രി, അവിടെ നമ്മൾ റെഫറൻസ് യൂസ് ചെയ്യുന്നില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. എന്തുകൊണ്ടാണ്? ഐസോടോപിക് ഡൈല്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു റേഡിയോ കെമിക്കൽ മെത്തേഡാണ്. അത് നമ്മളൊരു റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ടിന്റെ സ്റ്റേബിൾ റേഡിയോ ഐസോടോപ്പായിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഐസോടോപിക് ഡൈല്യൂഷൻ മാസ് സ്പെക്ട്രോമെട്രിയിൽ നമ്മൾ റെഫറൻസ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ആ ഓപ്ഷൻ ഇസ് ആൻസർ ഡി. So, sorry, answer is option D. And coming to next question. The correct statement for DC polarography is. Polarography ന്റെ ചെറിയ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി. പോളറോഗ്രഫി എന്താണ്? അതിൽ നിന്ന് പോളറോഗ്രാം ഉണ്ടാവുന്നു, അതിൽ 4 ടൈപ്പ് ഓഫ് കറണ്ട് ഉണ്ടാവുന്നു. ഈ 4 ടൈപ്പ് ഓഫ് കറണ്ടിൽ A, B, C, D, അതായത് റെസിഡുവൽ കറണ്ട്, മൈഗ്രേഷൻ കറണ്ട്, ഡിഫ്യൂഷൻ കറണ്ട് ആൻഡ് ലിമിറ്റിംഗ് കറണ്ട്. ഈ ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ, അതായത് മിഡിൽ പോയിന്റിലുള്ള പൊട്ടൻഷ്യലിനെ നമ്മൾ ഹാഫ് വേവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നു. ഈ ഹാഫ് വേവ് പൊട്ടൻഷ്യൽ ഒബ്വിയസ്ലി കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, അപ്പം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാവാം, ഈ ഹാഫ് ഇസ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ്. ഓക്കെ, സോറി, ഈ ഹാഫാ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഡിഫ്യൂഷൻ കറണ്ട് ആണ് എപ്പോഴും കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ്. ഹാഫ് വേവ് പൊട്ടൻഷ്യൽ, ഈ ഒരു പൊട്ടൻഷ്യലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹാഫ് വേവ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത്. ഈ ഹാഫ് ഇസ് കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ് ആണ് കേട്ടോ, ഇവിടെ ഡിപ്പെൻഡന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഹാഫ് ഇസ് കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ്. ഡിഫ്യൂഷൻ കറണ്ട് ആണ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ്. ഓക്കെ, ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് ഇസ് എ മാക്രോ ഇലക്ട്രോഡ്. അല്ല, അതൊരു മൈക്രോ ഇലക്ട്രോഡ് ആണ്. അതൊരു വർക്കിംഗ് ഇലക്ട്രോഡ് ആണ്, അതിനെ നമ്മൾ മൈക്രോ ഇലക്ട്രോഡ് എന്നാണ് പറയുന്നത്. അപ്പം ഇതും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ലിമിറ്റിംഗ് കറണ്ട് ഇസ് ഈക്വൽ ടു ഡിഫ്യൂഷൻ കറണ്ട്. ഒരിക്കലും അല്ല. ഡിഫ്യൂഷൻ കറണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഡിഫ്യൂഷൻ കറണ്ട് കുറച്ചൊരു ഇൻക്രീസിങ് വാല്യൂ വന്നിട്ട് പിന്നെ അത് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നതാണ് നമ്മൾ ലിമിറ്റിംഗ് കറണ്ട് ആയി പറയുന്നത്. അപ്പം ലിമിറ്റിംഗ് കറണ്ട് ഇസ് നെവർ ഈക്വൽ ടു ഡിഫ്യൂഷൻ കറണ്ട്. അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് യെസ്, ആൻസർ ഇസ് ഓപ്ഷൻ ഡി. സപ്പോർട്ടിംഗ് ഇലക്ട്രോഡ് ആയിട്ട് എന്താണ്? KCl ആവാം, KNO3 ആവാം. അതെന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? മൈഗ്രേഷൻ കറണ്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഹാഫ് വേവ് പൊട്ടൻഷ്യൽ കോൺസെൻട്രേഷൻ ഇൻഡിപെൻഡന്റ് ആണ്, ഡിഫ്യൂഷൻ കറണ്ട് ആണ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡന്റ്. ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് ഒരു മൈക്രോ ഇലക്ട്രോഡ് ആണ്, അതൊരു വർക്കിംഗ് ഇലക്ട്രോഡ് ആണ്. ലിമിറ്റിംഗ് കറണ്ട് ഒരിക്കലും ഡിഫ്യൂഷൻ കറണ്ടിന് ഈക്വൽ അല്ല, കാരണം ഡിഫ്യൂഷൻ കറണ്ടിന് ചെറിയൊരു വേരിയേഷൻ വന്ന് പിന്നെ അത് കോൺസ്റ്റന്റ് ആവും, അതാണ് ലിമിറ്റിംഗ് കറണ്ട്. പിന്നെ സപ്പോർട്ടിംഗ് ഇലക്ട്രോഡ് ആയിട്ട് എന്ത് ചെയ്യും? മൈഗ്രേഷൻ കറണ്ടിനെ eliminate ചെയ്യും. So clear? Now coming to the next question. Identify the correct statement for phosphorimetric measurement from the following.
Options: it is done after time delay when fluorescence, if present, becomes negligible. Immobilization of analytic increases phosphorescence. Phosphorescence decreases in the presence of heavy atoms. So നേരത്തെ നമ്മൾ ഫ്ലൂറസെൻസ് കണ്ടു. ഇത് നമ്മൾ ഫോസ്ഫോറസെൻസ് എന്താന്ന് നോക്കാം. ജബ്ലോൻസ്കി ഡയഗ്രാം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അതിലാണ് ഫ്ലൂറസെൻസും ഫോസ്ഫറൻസും നമ്മൾ അറിയുന്നത്. ഫോസ്ഫറൻസ് ഒരു ഇന്റർ സിസ്റ്റം ക്രോസിംഗ് ആണ്. ഫ്ലൂറസെൻസ് ആണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിന് സിംഗ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോയിട്ട് സിംഗ്ലറ്റ് എന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുന്നതാണ് ഫ്ലൂറസെൻസ്. ഫോസ്ഫറസെൻസ് ആണെങ്കിൽ ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ നിന്നാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടേക്ക് വരുന്നത്. അപ്പം ഫോസ്ഫറസെൻസ് മെഷർ ചെയ്യുന്ന സംഭവമാണ് ഈ ഫോസ്ഫോറിമെട്രിക് മെഷർമെന്റ്. ഓക്കെ, സോ ഒരു പൾസ്ഡ് സോഴ്സ് ഓഫ് റേഡിയേഷൻ വെച്ചിട്ട് ഫോസ്ഫോറസെൻസ് ഉള്ള ഒരു സാമ്പിളിനെ മെഷർ ചെയ്യുന്ന ടെക്നിക്കാണ് ഫോസ്ഫോറിമെട്രിക് മെഷർമെന്റ്. ഓക്കെ, അപ്പൊ ഫോസ്ഫോറസെൻസ് എന്താണ്? ഇൻ ഷോർട്ട്, ഡസ് ദി ഇലക്ട്രോൺ റിലാക്സിംഗ് ഫ്രം ദി ഫസ്റ്റ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ് to the singlet electronic ground state. It's an inter-system crossing. It always increases in presence of heavy atoms. അതായത് ഒരു കോമ്പൗണ്ടിൽ ഹെവി ആറ്റംസ് ഉണ്ടെങ്കിൽ ഫോസ്ഫോറസെൻസ് എപ്പോഴും കൂടും. ഈ ഫോസ്ഫോറിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻ ഷോർട്ട് അതിലൊരു ലിക്വിഡ് നൈട്രജൻ ടെമ്പറേച്ചറിലാണ് അത് റീറ്റെയിൻ ചെയ്യുന്നത്. അതിലൊരു ഫോസ്ഫോറോസ്കോപ്പ് ഉണ്ടാവും, ഒരു റൊട്ടേറ്റിംഗ് ഷട്ടർ ഡിവൈസ് ഉണ്ടാവും, ഫോസ്ഫോറസെൻസ് മെഷറിംഗ് സാമ്പിളിന്റെ. ഓക്കെ, ഇനി ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് ഇരിക്കാം. ഇറ്റ് ഈസ് ഡൺ ആഫ്റ്റർ ടൈം ഡിലേ വെൻ ഫ്ലൂറസെൻസ് ഇറ്റ് പ്രസന്റ് ബിക്കംസ് നെഗ്ലിജിബിൾ. കറക്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ഫോസ്ഫോറൻസ് എന്താണ്? നമ്മൾ ഡിലേഡ് ഫ്ലൂറസെൻസ് പറയാറുണ്ട് അല്ലെ? കാരണം ഫ്ലൂറസെൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ടൈം ഡിലേയിലാണ് ഫോസ്ഫോറസെൻസ് ഉണ്ടാവുന്നത്. അപ്പം ഫസ്റ്റ് വൺ, ഓപ്ഷൻ എ. An immobilization of analytic increases phosphorence. അതും പ്രൂവൺ ആണ്. കാരണം പല സ്റ്റഡീസിലും ഫോസ്ഫറൻസ് ഉള്ള സാമ്പിൾസിന്റെ ഫോസ്ഫോറിമെട്രിയിൽ മെഷർ ചെയ്യുമ്പോഴത്തേക്ക് അനലിറ്റിക്കിന്റെ ഇമ്മൊബിലൈസേഷൻ കൊണ്ട് അത് ഫോസ്ഫോറസെൻസ് ഇൻക്രീസ് ചെയ്യാറുണ്ട്. ബട്ട് സി ഓപ്ഷൻ ഇസ് റോങ് ബിക്കോസ് studies have proven that in presence of heavy atoms phosphorescence increases. So here correct statements ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? A and B. ടൈം ഡിലേനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ഇമ്മൊബിലൈസേഷൻ ഓഫ് അനലിറ്റിക് ഇൻക്രീസ് ചെയ്യും ഫോസ്ഫോറസെൻസിന്റെ. ഓക്കെ, and coming to next question, identify correct statements from the following. Area of differential thermal analysis peak is proportional to amount of sample. Area of differential thermogravimetric analysis curve is proportional to mass loss. Phase transition cannot be studied with differential scanning calorimetry. Simultaneous determination of two metal analysis possible with TG. So ഇതെന്താണ്? thermal analysis ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. thermal analysis നമുക്ക് 3 തരമുണ്ട്. thermogravimetric analysis, differential thermal analysis. thermogravimetric analysis നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ എന്താണെന്ന് കണ്ടു. ഇത് ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി ഉണ്ട്, ഡിഫറൻഷ്യൽ thermal analysis ഉണ്ട്. സോ നമുക്ക് thermogravimetric analysis അറിയാം. അപ്പം അത് ജസ്റ്റ് നോക്കാം. ഏരിയ ഓഫ് ഡിഫറൻഷ്യൽ thermogravimetric analysis curve is proportional to mass loss. Yes, it is a correct statement. കാരണം ഡീകമ്പോസിഷൻ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മാസ് ലോസ് ആണ്, വെയിറ്റ് പെർസെൻറ്റേജ്, എത്ര മാസ് അവിടെ നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ കർവ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി ഏരിയ ഓഫ് ഡിഫറൻഷ്യൽ thermal analysis peak is proportional to amount of sample. അതായത് thermogravimetric analysis ഡിഫറൻഷ്യൽ കർവ് ആണ്, ഡിഫറൻഷ്യൽ thermal analysis അത് amount of sample ഡിപ്പെൻഡ് ചെയ്യും. ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എയും ബിയും കറക്റ്റ് ആണ്. phase transition cannot be studied with differential scanning calorimetry. differential scanning calorimetry എന്താണ്? differential scanning calorimetry എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഫ്ലോ വേഴ്സസ് ടെമ്പറേച്ചർ ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അതായത് ആസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് അവിടെ സാമ്പിളിന്റെയും റെഫറൻസിന്റെയും ഇൻക്രീസ് ചെയ്യാൻ വേണം എന്നാണ് അവിടെ മെഷർ ചെയ്യുന്നത്. അതെന്തിനാ യൂസ് ചെയ്തതിന്? അത് നമ്മൾ ഫേസ് ട്രാൻസിഷൻ സ്റ്റഡി ചെയ്യാൻ, crystallization kinetics, glass transition temperature. glass transition temperature ഒക്കെ പോളിമേഴ്സിന്റെ ഒരു സ്പെസിഫിക് ക്യാരക്ടർ ആണ്. അപ്പൊ ഇതൊക്കെ സ്റ്റഡി ചെയ്യാനാണ് ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി യൂസ് ചെയ്യുന്നത്. അപ്പം ദിസ് ഇസ് എ റോങ് കൺസെപ്റ്റ്. ഫേസ് ട്രാൻസിഷൻ
സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി സൈമൾട്ടേനിയസ് ഡിറ്റർമിനേഷൻ ഓഫ് 2 മെറ്റൽ അയോൺസ് ഇസ് പോസിബിൾ വിത്ത് TGNS. അതും സ്റ്റഡീസ് പ്രൂവ് ചെയ്തതാണ്. അതായത് ഒരു കോമ്പൗണ്ടിൽ തന്നെ 2 മെറ്റൽ അയോൺസ് ഉണ്ടെങ്കിൽ അത് രണ്ടും നമുക്ക് സൈമൾട്ടേനിയസ്ലി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. കാരണം മാസ് ലോസ്, എത്രമാത്രം മാസ് ലോസ് എന്ന് അറിഞ്ഞാൽ അത് ഏത് കമ്പണന്റ് ആണ് അതിൽ നിന്ന് പോയെന്ന് നമുക്ക് TGA വെച്ച് പറയാൻ പറ്റും. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? A, B ആൻഡ് D. അപ്പം ഓപ്ഷൻ B ആണ് ആൻസർ. ഓക്കെ. Now coming to the next question. Okay. Spectrophotometric monitoring is not suitable to determine the endpoint titration of 4 titrations ഇവിടെ തന്നിട്ടുണ്ട്. oxalic acid, potassium permanganate, iron 2 versus phenanthrolene, cobalt versus eriochrome black tea, nickel versus dimethyl glyoxide. അപ്പം ഇത്രയും ടൈട്രേഷൻസ് നോക്കുമ്പം ഇതിന്റെ ഓക്സാലിക് ആസിഡ് വേഴ്സസ് പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കളർലെസ്സിന് പിങ്ക് പർപ്പിളിലോട്ടാണ്. അയേൺ വേഴ്സസ് 110 ഫിനാൻത്രോളിൻ എന്ന് പറഞ്ഞാൽ എൻഡ് പോയിന്റ് റെഡിഷ് ഓറഞ്ചിലോട്ടാണ്. കൊബാൾട്ട് വേഴ്സസ് എറിയോക്രോം ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞാൽ ബ്ലൂ ഗ്രീനിന് ബ്ലൂ ആണ്. നിക്കൽ എന്ന് പറഞ്ഞാൽ ഡൈമീഥൈൽ ഗ്ലയോക്സിന്റെ കളർലെസ് റെഡ് ആണ്. അപ്പൊ ഈ 4 എന്ത് മനസ്സിലാക്കാം? ഈ ഒരു കൊബാൾട്ട് വേഴ്സസ് എൻഡ് പോയിന്റ് ബ്ലൂ ഗ്രീൻ ബ്ലൂവില് സ്പെസിഫിക് കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്യാൻ പാടാണ്. അതായത് സ്പെക്ട്രോഫോട്ടോമെട്രി എന്ന് പറഞ്ഞ ഒരു കളറിംഗ് മെട്രിക് അനാലിസിസ് ആണ്. അതിൽ സ്പെസിഫിക് ആയ കളർ ചേഞ്ച് ഉണ്ടെങ്കിലേ നമ്മൾ ഈസി ആയിട്ട് എൻഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ട് C ഓപ്ഷൻ കൊബാൾട്ട് വേഴ്സസ് എറിയോക്രോം ബ്ലാക്ക് ടീ അത് ബ്ലൂ ഗ്രീൻ ടു ബ്ലൂ ആയതുകൊണ്ട് തന്നെ അത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഹിയർ ഓപ്ഷൻ ഇസ് C. ഓക്കെ. ബാക്കിയെല്ലാം ഈസിയായിട്ട് സ്പെക്ട്രോഫോട്ടോമെട്രിക് മോണിറ്ററിംഗ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ C പാടാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To determine the bond parameters at 25 degrees centigrade, the electron diffraction is generally unsuitable for both O3 and nitrogen. രണ്ടും gases ആണ്. Sulfur and dry ice രണ്ട് solid ആണ്. NO2 and sulfur gas ആണ്, solid ആണ്. Okay. O3 and dry ice gas ആണ്, solid ആണ്. അപ്പം ഏതാണ് ആൻസർ? ഇലക്ട്രോൺ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് സൂട്ടബിൾ ഓൺലി ഫോർ ഗ്യാസസ്. സോ രണ്ടും ഗ്യാസ് വരുന്ന ഓസോണും നൈട്രജനും. NO2. So option is A. Okay. So electron diffraction is. So next question. Height equivalent to theoretical plate in gas liquid chromatography depends significantly on which of the following? Temperature of column, velocity of carrier gas, packing of column material. അപ്പം ഹൈറ്റ് ഈക്വലന്റ് ടു തിയററ്റിക്കൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അത് ക്രൊമാറ്റോഗ്രഫി, ഞാൻ പറഞ്ഞു ക്രൊമാറ്റോഗ്രഫി 4 തരമുണ്ട്. മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും ഉണ്ട്. അതായത് ഒരു ഫേസ് സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് നമ്മൾ സോൾവെന്റ് വിത്ത് കമ്പണന്റ് ചേംബറിലോട്ട്, അതായത് കോളം ചേംബറിലോട്ട് ഇടുമ്പോഴത്തേക്കും നമുക്കവിടെ സെപ്പറേഷൻ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് ഈ ഹൈറ്റ് ഈക്വലന്റ് ടു തിയററ്റിക്കൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. അതെന്താണ്? height of packing same separation as an equilibrium stage. അതായത് പാക്കിങ്ങിന്റെ ഹൈറ്റ്, അതായത് ഒരു കോളം എടുത്താണെങ്കിൽ നമുക്ക് സെപ്പറേഷൻ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ കോളം പാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ചെറിയ HETP ആണ്, അതായത് ഹൈറ്റ് ഈക്വലന്റ് ടു തിയററ്റിക്കൽ പ്ലേറ്റ് ലോവർ ആണെങ്കിൽ എപ്പോഴും സെപ്പറേഷൻ എഫിഷ്യന്റ് ആയിരിക്കും എന്ന് പറയും. ഈ HETP എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനെയും ഫ്ലോ റേറ്റ് വേരിയേഷൻസിനെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. അപ്പം ഇവിടെ ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തതെന്നാ ചോദിക്കുന്നത്. ഓക്കെ. അപ്പം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, പാക്കിംഗ് ഓഫ് ദി കോളത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. കോളം മെറ്റീരിയലിനെയും വെലോസിറ്റി ഓഫ് കാരിയർ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം വെലോസിറ്റിനെ ക്രൊമാറ്റോഗ്രഫിയിൽ വെലോസിറ്റി ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കോളം മെറ്റീരിയൽ, ഓഫ് കോഴ്സ് കോളം മെറ്റീരിയൽ എന്തോ ആവും. കോളം മെറ്റീരിയൽ നമ്മൾ നമ്മുടെ കോമ്പൗണ്ട് അനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം അതൊരു ഫാക്ടർ അല്ല. അപ്പം ആൻസർ ഇസ് ടെമ്പറേച്ചർ ഓഫ് ദി കോളം ആൻഡ് പാക്കിംഗ് ഓഫ് ദി കോളം. ഓപ്ഷൻ
D is the correct answer. Okay. പിന്നെ ഫ്ലോ റേറ്റ് വേരിയേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ സോൾവെന്റ് കടന്നു പോകുന്ന രീതി വെച്ചിട്ട് അതിന് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചറും പാക്കിംഗ് ഓഫ് കോളമാണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു മാച്ച് ദി ഫോളോയിങ് ആണ്. ലേസർ സോഴ്സ്, തെർമോമെട്രിക് ടൈട്രേഷൻ, ജെലാറ്റിൻ, ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി. നോക്കാം. ലേസർ സോഴ്സ്, ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഇലക്ട്രോൺ ക്യാപ്ചർ ഡിറ്റക്ടർ, അതൊരു ഡിറ്റക്ടർ ആണ്. പോളറോഗ്രഫിയിൽ നമ്മൾ ലേസർ സോഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഹീറ്റ് ഓഫ് റിയാക്ഷൻ, അതും ലേസർ സോഴ്സും തമ്മിൽ ബന്ധമില്ല. സ്പെക്ട്രോഫ്ലൂറോമെട്രി, യെസ് ഇറ്റ്സ് കറക്റ്റ് ഓപ്ഷൻ. കാരണം സ്പെക്ട്രോഫ്ലൂറോമെട്രിയിൽ എന്താണ് അതിന്റെ സോഴ്സ് എപ്പോഴും വന്നിട്ട് ലേസർ സോഴ്സ് ആണ്. ഇനി തെർമോമെട്രിക് ടൈട്രേഷൻ എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ എന്താണ് അത്? ഹീറ്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, അപ്പം B3 ആണ്. ഇനി ജെലാറ്റിൻ നമ്മൾ ഓൾറെഡി കണ്ടു. പോളറോഗ്രഫിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ജെലാറ്റിൻ സ്ട്രീമിംഗ് മോഷൻ ഓഫ് മെർക്കുറിനെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ജെലാറ്റിൻ പോളറോഗ്രഫിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ സി corresponds to 2. Now gas liquid chromatography ഡിറ്റക്ടർ എപ്പോഴും ഇലക്ട്രോ ക്യാപ്ചർ ഡിറ്റക്ടർ ആയിരിക്കും. അപ്പം ഇതിന്റെ ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഓപ്ഷൻസ് ആദ്യം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ തോന്നുന്നത് തമ്മിൽ നല്ലോണം ക്വസ്റ്റ്യൻ റെഫർ ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് നോട്ട് ചെയ്യാം. മാച്ച് ദ ഫോളോയിങ്, ഇപ്പൊ ഒരു 4 മാച്ച്, ഇപ്പൊ ഇതിൽ 4 3 നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ കണ്ടുപിടിക്കാലോ. അപ്പം ഇതില് അങ്ങനെ ഡൗട്ട് ഒന്നും വരാനില്ല. ലേസർ സോഴ്സ് സ്പെക്ട്രോഫ്ലൂറിമെട്രിന്റെ ആണ്. തെർമോമെട്രിക് ടൈട്രേഷൻ ഹീറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. ജെലാറ്റിൻ പോളറോഗ്രഫിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫിന്റെ ഡിറ്റക്ടർ ആണ് ഇലക്ട്രോ ക്യാപ്ചർ ഡിറ്റക്ടർ. ഓക്കെ, so the next question, a solid sample of NaFeDT H2O 5 times, the 5 on it showed 5.6% weight loss at 120 degrees centigrade in a thermogravimetric experiment. Identify the complex left after this weight loss. ഇതുവരെ നമ്മൾ നോക്കിപ്പോയതൊക്കെ മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓഡിയോ, ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പം നോക്കാം, ഈ ക്വസ്റ്റ്യൻ നോക്കാം. H2O 5 ടൈംസ് ഉണ്ട്, 5.6% വെയിറ്റ് ലോസ് ഉണ്ട്. ഏതാണ് കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഈ കോംപ്ലക്സിന്റെ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾ ഓരോന്നിന്റെയും വെയിറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അതായത് സോഡിയം FeDT H2O 5 ടൈംസ്, അതിന്റെ മോളിക്യുലർ വെയിറ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നറിയോ? 389 കിട്ടും. 389 കിട്ടും. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് 5.6% വെയിറ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ 389 into 5.6 divided by 100 ചെയ്യണം. അത് 367 ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 4 ഓപ്ഷൻസിന്റെയും ഏതിനാണ് മോളിക്യുലർ വെയിറ്റ് 367 വരുവാന്ന് നോക്കണം. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓപ്ഷൻ ബി വരും. അതായത് H2O കംപ്ലീറ്റ് ആയിട്ട് പോകും. അതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇതിന്റെ മോളിക്യുലർ വെയിറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. 389 കിട്ടും. 389 into 5.6 ഡിവൈഡ് ബൈ 100 367 കിട്ടും. ഇനി ഇങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക എത്രയല്ല ഹീറ്റ് ചെയ്യുന്നത്? 120 ഡിഗ്രി സെന്റിഗ്രേഡ്. സിമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ 120 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ഹീറ്റ് ചെയ്യുന്നത്. വാട്ടർ എത്രയിൽ പോകും? 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ ബോയിൽ ചെയ്ത് പോകും. അപ്പം 120 ഡിഗ്രി സെന്റിഗ്രേഡിൽ നല്ല ഇതാണെങ്കിൽ സിമ്പിൾ കൺസെപ്റ്റിൽ മനസ്സിലാക്കുക, കംപ്ലീറ്റ് H2O അവിടെ റിമൂവ് ചെയ്യപ്പെടും. ഓക്കെ, കാരണം 120 ഡിഗ്രി സെന്റിഗ്രേഡ് ഹീറ്റ് ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a solid sample, next question, the role of H3PO4 in the estimation of iron with K2Cr2 using diphenyl amine sulfonate as indicator is 2. K2Cr2 Fe2 ഉള്ള എസ്റ്റിമേഷനില് ഡൈഫിനൈൽ അമീൻ സൾഫോണേറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുമ്പം H3PO4 നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? അതിന്റെ കൺസെപ്റ്റ് വെച്ചാൽ നമ്മൾ ഇൻഡിക്കേറ്ററിന്റെ E0 വാല്യൂ എപ്പോഴും ഈ ഏതൊക്കെയാണോ
എസ്റ്റിമേഷന് യൂസ് ചെയ്യുന്ന ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കിടക്കണം. അതായത് Fe2ന്റെയും K2CR2O7ന്റെയും ഇടയിലായിരിക്കണം ഡൈഫിനൈൽ അമീൻ സൾഫോണേറ്റ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യും അതിന്റെ E0 വാല്യൂ. എന്നാൽ ഡൈഫിനൈൽ അമീന്റെ E0 വാല്യൂ -0.75 വോൾട്ട് ആണ്. ഫെറസ്ഫെറിക് സിസ്റ്റത്തിന്റെ എത്രയാണ്? -0.78 വോൾട്ട് ആണ്. ക്രോമിക് ഡൈക്രോമേറ്റ് സിസ്റ്റത്തിന്റെ -1.2 വോൾട്ട് ആണ്. അപ്പം ഇതിന്റെ രണ്ടിന്റെയും ഇടയിലല്ല ഇത് കിടക്കുന്നത്, റൈറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു എസ്റ്റിമേഷന്റെ ഫോസ്ഫോറിക് ആസിഡ് ദാറ്റ് ഇസ് H3OPO4 ആഡ് ചെയ്ത് കൊടുക്കും. എന്തിനാണ്? അപ്പൊ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ ഫെറിക് സിസ്റ്റത്തിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സ്റ്റെബിലൈസ് ചെയ്യപ്പെടും. ഫെറിക് അയോണിനെ സ്റ്റെബിലൈസ് ചെയ്തത് -0.7 -0.5 വോൾട്ട് ആക്കും. അപ്പൊ -0.5 വോൾട്ടിന്റെയും -1.25 വോൾട്ടിന്റെയും ഇടയിലാവും ഈ -0.75 വോൾട്ട് ഓഫ് ഡൈഫിനൈലമീൻ. അപ്പൊ നമുക്ക് ഷാർപ്പ് എൻഡ് പോയിന്റ് കിട്ടും. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? H3PO4 യൂസ് ചെയ്യുന്നത്. കാരണം E0 വാല്യൂ ഓഫ് ഇൻഡിക്കേറ്റർ ഷുഡ് ഓൾവേസ് ലൈ ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഓഫ് ദി എസ്റ്റിമേറ്റിംഗ് സിസ്റ്റംസ് so that we get a sharp end point. Okay, clear? So let's move to the next question. In neutron activation analysis, the radiation commonly detected is alpha rays, beta rays, gamma rays, X-rays. ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് എന്താണ്? നമുക്കിനി നെക്സ്റ്റ് വീക്ക് ഞാൻ ന്യൂക്ലിയർ കെമിസ്ട്രി എടുക്കുന്നുണ്ട്. ന്യൂക്ലിയർ കെമിസ്ട്രിയിലാണ് ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് വരുന്നത്. അതൊരു സിമ്പിൾ ടെക്നിക്കാണ്. ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് എന്താണ്? ദാറ്റ്സ് എ ന്യൂക്ലിയർ പ്രോസസ് യൂസ് ഫോർ ഡിറ്റർമിനിങ് ദ കോൺസെൻട്രേഷൻസ് ഓഫ് എലിമെന്റ്സ് ഇൻ എ വാസ്റ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽസ്. അത് എലിമെന്റ് കോൺസെൻട്രേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അതിൽ നമ്മൾ സ്ലോ മൂവിങ് ന്യൂട്രോൺസ് യൂസ് ചെയ്യും. ഓക്കെ, സ്ലോ മൂവിങ് ന്യൂട്രോൺസ് യൂസ് ചെയ്തിട്ട് ഒരു ന്യൂക്ലിയസിനെ ടാർഗറ്റ് ചെയ്യും. എന്നിട്ട് എക്സൈറ്റ് ചെയ്യിച്ചിട്ട് അതിന് ഗാമ റേ എമിഷൻ ഉണ്ടാവും. അപ്പം ഗാമ റേസ് ആണ് ഇവിടെ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിനെ ജനറേറ്റ് ചെയ്യും. അപ്പൊ അതിന് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ്? സ്ലോ മൂവിങ് ന്യൂട്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഗാമ എമിഷൻ, ഗാമ റേസിനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഒരു സ്റ്റേബിൾ ന്യൂക്ലിയസ് ഫൈനലി ഫോം ചെയ്യും. ഓക്കെ, അപ്പം ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസിൽ എന്താണ്? സ്ലോ മൂവിങ് ന്യൂട്രോൺസ് യൂസ് ചെയ്യുന്നു. ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിന് എക്സൈറ്റഡ് ന്യൂക്ലിയസ് റേഡിയോ ആക്റ്റീവ് ഡീകെ അവിടെ നടക്കും. അതിൽ ഗാമ എമിഷൻ നടക്കും, സ്റ്റേബിൾ ന്യൂക്ലിയസ് ഫോം ചെയ്യും. അപ്പം ഹിയർ ദ ഓപ്ഷൻ ഇസ് ആൻസർ സി. ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസിൽ ദ റേഡിയേഷൻ കോമൺലി ഡിറ്റക്റ്റഡ് ഇസ് ഗാമ റേസ്. ഓക്കെ, any final question, I guess. ഇത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കണം. Incorrect statement for amperometric titration is. Okay, amperometric titration എന്താണ്? ആംപെറോമെട്രി എന്ന് പറഞ്ഞാൽ പോളറോഗ്രഫിന്റെ സെയിം കൺസെപ്റ്റ് ആണ്. പക്ഷെ ആംപെറോമെട്രിയിൽ എന്താണ്? ഡിഫ്യൂഷൻ കറണ്ട് മെഷർ ചെയ്യുന്നുണ്ട്. പോളറോഗ്രഫിയിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ കേസിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫിക്സഡ് ആണ്. പോളറോഗ്രഫിയിൽ നമ്മൾ എന്താണ്? പൊട്ടൻഷ്യൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ വേരി ചെയ്തുകൊണ്ട് ഇരിക്കുമ്പം എന്ത് ചെയ്യും? കറണ്ട് മെഷർ ചെയ്യും. അതാണ് പോളറോഗ്രഫി. ആംപെറോമെട്രി എന്താണ്? കറണ്ട് ആണ് മെഷർ ചെയ്യുന്നത്, പക്ഷെ ഇതൊരു പെർട്ടിക്കുലർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? റെഡ്യൂസിബിൾ ആൻഡ് നോൺ റെഡ്യൂസിബിൾ അനലൈറ്റ്സ് ആംപെറോമെട്രിയിൽ ഡിറ്റക്ട് ചെയ്യും. എന്നാൽ പോളറോഗ്രഫിയിൽ റെഡ്യൂസിബിൾ അനലൈറ്റ്സ് മാത്രമേ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവിടെ ടൈറ്ററന്റ് ആഡ് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? മില്ലി ആംപിയേഴ്സിലാണ് മെഷർ ചെയ്യുന്നത്. ഡിഫ്യൂഷൻ കറണ്ട് ആണ് മെഷർ ചെയ്യുന്നത്. ഇതിൽ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡ് ഇൻഡിക്കേറ്റർ ഇലക്ട്രോഡ് ആയിട്ടും സാച്ചുറേറ്റഡ് കെലോമർ ഇലക്ട്രോഡ് റെഫറൻസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ check the options. Amperometric titrations incorrect statement ആണ് ചോദിച്ചിരിക്കുന്നത്. It is based on measurement of diffusion current. Yes, ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിഫ്യൂഷൻ കറണ്ട് ആണ് പോളറോഗ്രഫിയിലാണെങ്കിലും ആംപെറോമെട്രിയിലാണെങ്കിലും നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇറ്റ് സെൻസിറ്റിവിറ്റി ഇസ് ഓൾവേസ് ഹയർ. കറക്റ്റ് ആണ്. സ്പെക്ട്രോഫോട്ടോമെട്രിക് ടൈട്രേഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സെൻസിറ്റിവിറ്റി ഹയർ ആണ്. ഇറ്റ് ഡസ് നോട്ട് ജനറലി റിക്വയർ ആൻ ഇൻഡിക്കേറ്റർ. അതും കറക്റ്റ് ആണ്. കാരണം ഇതിലൊരു ഇൻഡിക്കേറ്റർ വേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഡ്രോപ്പിംഗ് മെർക്കുറി ഇലക്ട്രോഡും ഒരു കെലോമൽ ഇലക്ട്രോഡും വെച്ചിട്ടാണ് ടൈട്രേഷൻ ചെയ്യുന്നത്.
It requires inert atmosphere. ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ വേണ്ട കാര്യമില്ല. കാരണം ഈ കൺസെപ്റ്റ് പോളറോഗ്രഫിക്ക് സിമിലർ ആണ്. നമ്മൾ ഇതിൽ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ യൂസ് ചെയ്യുന്നില്ല. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ നമ്മൾ 26 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 26 ക്വസ്റ്റ്യൻസ് ഞാൻ ഓരോ ക്വസ്റ്റ്യന്റെയും ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് മാക്സിമം ആൻസറിലോട്ട് എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ? Are you able to follow me? Second last question. ആരാ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിച്ചത്? ഈ ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിച്ചത്? ഒരാൾ ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് മെസ്സേജ് കിടക്കുന്നത്. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, ഇതൊന്നുമില്ല, ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് ആണ്. ഈ ഒരു പാർട്ട് ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ വരുന്ന പോർഷൻ ആണ്. ഇതിന്റെ സിമ്പിൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസിൽ ഏത് റേഡിയേഷൻ ആണ് കോമൺലി ഡിറ്റക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് എലിമെന്റ്സ് കണ്ടുപിടിക്കുന്ന ഒരു ന്യൂക്ലിയർ പ്രോസസ് ആണ്. അതിൽ സ്ലോ മൂവിങ്, ഇത് ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. ഇത് സ്ലോ മൂവിങ് ന്യൂട്രോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതില് ഇതാണ് മെയിൻ തിങ്. ഇതിൽ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ്, നമ്മൾ റേഡിയോ ആക്റ്റീവ് ഡീകെ വഴി ഒരു എക്സൈറ്റഡ് ന്യൂക്ലിയസ് ഒരു സ്റ്റേബിൾ ന്യൂക്ലിയസിലോട്ട് ഫോം ചെയ്യും. അപ്പം അവിടെ എന്താണ് എമിറ്റ് ചെയ്യപ്പെടുന്ന ഗാമ എമിഷൻ. ഇനിയിപ്പം ടാർഗറ്റ് ന്യൂക്ലിയസിന് എക്സൈറ്റഡ് ന്യൂക്ലിയസിലോട്ട് പോകുമ്പോഴും അവിടെ ഗാമ എമിഷൻ ആണ് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്. അപ്പം ചോദിച്ചിരിക്കുന്നത് ആൽഫ, ബീറ്റ, ഗാമ, എക്സ്റേ. ഓഫ് കോഴ്സ് ആൻസർ ഇസ് ഗാമ റേസ്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ, സിമ്പിൾ കൺസെപ്റ്റ്. ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസിൽ നമ്മൾ ഏത് റേഡിയേഷൻ ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ഗാമ റേസ്. ഗാമ റേസ് ആണ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അനാലിറ്റിക്കൽ കെമിസ്ട്രിന്റെ 26 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ലെറ്റ്സ് എൻഡ് ദ മീറ്റിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീക്ക് ന്യൂക്ലിയർ കെമിസ്ട്രി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം hope you all understood. Okay, have a good day.